Good morning. സുഖാണോ? കുറച്ച് ദിവസമായില്ലേ കണ്ടിട്ട്? 2 ദിവസമായല്ലേ? 2-3 ദിവസമായി. സുഖം. സുഖാണ്. കഴിഞ്ഞ ഭാഗങ്ങളൊക്കെ വായിച്ചു നോക്കിയോ? വായിച്ചു നോക്കിയായിരുന്നോ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത ഭാഗങ്ങള്? ഓക്കെ, നമ്മളിനി എത്ര വരെ എടുക്കേണ്ടത്? പർച്ചേസിംഗ് പ്രൊസീജിയർ തുടങ്ങിയല്ലേ നമ്മൾ എടുക്കേണ്ടത്, സ്റ്റാർട്ട് ചെയ്യേണ്ടത്? മോർണിംഗ് മാം, ഞാൻ ഏത് ചാപ്റ്റർ ആണ് എടുക്കുന്നത്? ഇപ്പൊ ഞാൻ ഒരാഴ്ചയായിട്ട് ക്ലാസ്സിലില്ലായിരുന്നു. മെറ്റീരിയൽസ് മാനേജ്മെന്റ് താങ്ക് യു. ചാപ്റ്റർ ഏതാണെന്ന് പറഞ്ഞു കൊടുത്തോളൂ കേട്ടോ. ചിലപ്പോ മിസ്സിന്റെ വ്യത്യാസം ഉണ്ടാവും നമ്പർ. നിങ്ങളുടെ ഇതിൽ എത്രയാ ചാപ്റ്റർ പറഞ്ഞു കൊടുത്തേക്ക് കേട്ടോ. നെക്സ്റ്റ് നോക്കാം. നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ. അന്നാന്ന് എടുക്കുന്ന ഭാഗങ്ങൾ അന്നാന്ന് തന്നെ പഠിക്കണം. ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കലാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടാവും. നിങ്ങൾ വായിച്ചു നോക്കണം. വായിച്ചു നോക്കിയാലേ പറ്റുള്ളൂ. 1-2 മൊഡ്യൂൾ പോലെയല്ല. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് പർച്ചേസിംഗ് പ്രൊസീജിയർ? നമ്മൾ എത്ര വരെ എടുത്തത്? നെഗോഷിയേഷന്റെ പ്രോസസ്സ് കഴിഞ്ഞു. അതിനുശേഷം പറയുന്നത് എന്താണ്? പർച്ചേസിംഗ് പ്രൊസീജിയർ. നമ്മൾ പറഞ്ഞു അല്ലെ, എന്താണ്? ഇപ്പൊ ഹോസ്പിറ്റലിന് പല പല ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റ്സിനും ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ആരോടാ പറയാം? മെറ്റീരിയൽസ് മാനേജറോട്, അല്ലെങ്കിൽ എന്താണ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനോട് പറയൂ അല്ലെ. അപ്പോ അവരോട് പറയുമ്പോ അവരെന്ത് ചെയ്യുന്നത്? ഓരോ ഡിപ്പാർട്ട്മെന്റ്സിനും വേണ്ട സാധനങ്ങള് ലിസ്റ്റ് ചെയ്തിട്ട് ഇവിടെ ആരോട് പറയാം? സപ്ലയേഴ്സിനോട് പറയും. സപ്ലയേഴ്സ് ഇന്ന ക്വാണ്ടിറ്റി, ഇന്ന മെറ്റീരിയൽ ആണ് ആവശ്യം, അല്ലെങ്കിൽ ഇന്ന പ്രൈസിന് തരുമോ എന്നുള്ളത് ചോദിക്കും. അപ്പൊ അവര് ഓക്കെയാണ്. കൊട്ടേഷൻസ് അല്ലെ, ടെൻഡർ വെക്കും അവര്. ഓരോ കൊട്ടേഷൻസും ടെൻഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് തന്നെയാണ്. എന്താണ്? പല കരാറുകൾ അല്ലെ, അവര് പറഞ്ഞിരിക്കുന്ന സപ്ലൈസ് പറഞ്ഞിരിക്കുന്ന രീതിയിൽ നമുക്ക് തരാൻ പറ്റുമോ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന രീതിയിൽ, നമ്മൾ പറയുന്ന പ്രൈസില്, ക്വാണ്ടിറ്റിയില്, അല്ലെങ്കിൽ ഇന്ന സ്പെസിഫിക്കേഷൻ, ഇന്ന മെറ്റീരിയൽ വേണം എന്നുള്ളത് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അവർക്ക് അതിനോട് യോജിക്കുന്നുണ്ടോ എന്നുള്ളത് കൊട്ടേഷനിലൂടെ അവര് എന്ത് ചെയ്യുന്നുണ്ട്? കമ്പയർ ചെയ്ത് ഒരാളെ സെലക്ട് ചെയ്യും, ഒരു സപ്ലയേഴ്സിനെ സെലക്ട് ചെയ്യും. അതിനുശേഷം അവര് പർച്ചേസ് ഓർഡർ കൊടുക്കും. ഹോസ്പിറ്റലുകാർ എന്ത് ചെയ്യുന്നുണ്ട്? പർച്ചേസ് ഓർഡർ കൊടുക്കും. അതിലൂടെ സപ്ലയേഴ്സ് മെറ്റീരിയൽസ് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവരികയും അതിന്റെ ക്വാളിറ്റി, പിന്നെ അതുപോലെ തന്നെ പ്രൈസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ ഇതിലും അറേഞ്ച്മെന്റ് ചെയ്ത് വെക്കുന്നു. അതിനുശേഷം അവർക്ക് പേയ്മെന്റ് കൊടുക്കും. അപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ജനറൽ ആയിട്ട് മിസ് പറഞ്ഞു തന്നുള്ളൂ കേട്ടോ. ഇത് നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. പർച്ചേസിംഗ് പ്രൊസീജിയർ. ഫസ്റ്റ് പ്രൊസീജിയർ എന്താണ്? പർച്ചേസ് റിക്വസിഷൻ. എന്താണ് റിക്വസിഷൻ എന്ന് പറഞ്ഞാല്? ആവശ്യപ്പെടൽ അല്ലെ, ആവശ്യപ്പെടൽ അല്ലെങ്കിൽ അഭ്യർത്ഥിക്കുക എന്നൊക്കെ പറയാം കേട്ടോ. പർച്ചേസ് റിക്വസിഷൻ ആണ് പർച്ചേസ് പ്രൊസീജിയറിന്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് വരുന്നത്. അഭ്യർത്ഥന അല്ലെങ്കിൽ ആവശ്യപ്പെടൽ. റിസീവ് ഫ്രം യൂസർ ഡിപ്പാർട്ട്മെന്റ്. യൂസർ അല്ലെങ്കിൽ യൂസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ്, അതിനെയാണ് പറയുന്നത് യൂസ് ഡിപ്പാർട്ട്മെന്റ്. ടു ദ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ്. അപ്പോ ഇത് ചെയ്യുന്നുണ്ട് ഈ യൂസർ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ്സ്, അവിടെ മെറ്റീരിയൽസ് തീർന്നു പോയിട്ടുണ്ടെങ്കിൽ, അവർക്ക് എന്തെങ്കിലും ആവശ്യമായിട്ട് വരികയാണെങ്കിൽ ഈ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനോടാണ് പറയുന്നത് നിങ്ങൾക്ക് ഇന്നത് ആവശ്യമാണ് എന്നുള്ളത്. ഇത് കൺസിസ്റ്റ് ഓഫ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ, സ്പെസിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽ,
date in which the item should be received. അപ്പോ ഇങ്ങനെ യൂസർ ഡിപ്പാർട്ട്മെന്റ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനോട് ആവശ്യപ്പെടുന്നുണ്ട് റിക്വസിഷൻ അല്ലെ, ഇന്ന മെറ്റീരിയൽ തീർന്നു പോയി, ഇന്നത് ആവശ്യമാണ് എന്നുള്ളത് പറയുമ്പോ അവർ എന്ത് ചെയ്ത് എന്തെല്ലാം കാര്യങ്ങളാണ് അതിലൂടെ പറയുന്നത്? ഇറ്റ് ഇൻക്ലൂഡ് കൺസിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? എന്തൊക്കെയാണ്? ക്വാണ്ടിറ്റി പറഞ്ഞു കൊടുക്കണം അല്ലെ, ഇത്ര ക്വാണ്ടിറ്റിയിൽ വേണം മെറ്റീരിയൽസ് തരാനായിട്ട്, അല്ലെങ്കിൽ പർച്ചേസ് ചെയ്ത് തരാനായിട്ട് ഞങ്ങൾക്ക് ഇത്ര ക്വാണ്ടിറ്റിയിൽ മെറ്റീരിയൽ വേണം. അതുപോലെ സ്പെസിഫിക്കേഷൻ, ഇന്ന അല്ലെ ഇന്ന മെറ്റീരിയൽ ആവശ്യമാണ് എന്നുള്ളത് സ്പെസിഫൈ ചെയ്ത് ഇന്ന പർട്ടിക്കുലർ മെറ്റീരിയൽ ആവശ്യമാണ് എന്നുള്ളത് അവരോട് പറയും. അതുപോലെ തന്നെ ഡേറ്റ് പറയും, ഇത്ര ഡേറ്റ് ഇന്ന ഡേറ്റിനുള്ളിൽ ഞങ്ങൾക്ക് സാധനം എത്തിച്ചു തരണം എന്നുള്ളതും പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനോട് യൂസർ ഡിപ്പാർട്ട്മെന്റ് പറയും. ക്ലിയർ ആയോ? പർച്ചേസ് റിക്വസിഷനിൽ എന്താ പറയുന്നത്? പർച്ചേസ് റിക്വസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യൂസർ ഡിപ്പാർട്ട്മെന്റ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനോട് ഒരു അഭ്യർത്ഥന അല്ലെങ്കിൽ ആവശ്യപ്പെടുന്നത് എന്താണ്? മെറ്റീരിയൽസ് അവർക്ക് ആവശ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനോടാണ് പറയുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ്? എന്തെല്ലാം കാര്യങ്ങൾ ചേർത്ത് പറയും അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് അതിൽ ഉൾപ്പെടുന്നത്? ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ, സ്പെസിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽ, ഡേറ്റ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ആണ് പർച്ചേസ് എൻക്വയറി. അപ്പൊ യൂസർ ഡിപ്പാർട്ട്മെന്റ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനോട് ആവശ്യപ്പെട്ടു. അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട്? ഈ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് സപ്ലയേഴ്സിനോട് എൻക്വയറി നടത്തും അല്ലെ. നമുക്ക് സാധനങ്ങൾ തരുന്ന ആൾ അല്ലെ, വിതരണക്കാരൻ, ആ ആളാണ് സപ്ലയർ എന്ന് പറയുന്നത്. അപ്പൊ അയാളോട് എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങൾക്ക് ഇന്ന ക്വാണ്ടിറ്റിയില് അല്ലെങ്കിൽ ഇന്ന ഡേറ്റിന് ഇന്ന ടൈമിൽ നിങ്ങൾക്ക് തരാൻ പറ്റോ എന്നുള്ളത് എൻക്വയറി, അന്വേഷണം നടത്തും. ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പ് പറയുന്നത്, പർച്ചേസ് എൻക്വയറി, അന്വേഷണം. ഫ്രം പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് to the supplier includes lead time, quantity, specification. അപ്പൊ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് സപ്ലയറിനോട് എൻക്വയറി നടത്തും. ഇന്ന എന്തൊക്കെയാണ് അതിനകത്ത് ഉൾപ്പെടുന്നത്? എൻക്വയറി നടത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ചോദിക്കുക? ലീഡ് ടൈം അല്ലെ. ലീഡ് ടൈം എന്താ പഠിച്ചിട്ടുണ്ടല്ലോ നമ്മള്? ലീഡ് ടൈം ലീഡ് ടൈം മറന്നോ? വായിക്കാറില്ലേ നിങ്ങള്? എന്താണ്? മെറ്റീരിയൽസ് ഓർഡർ ചെയ്യുന്നത് മുതല് നമ്മുടെ കയ്യിലെത്തുന്നത് വരെയുള്ള ടൈം ആണ് ലീഡ് ടൈം എന്ന് പറയുന്നത്. അതുപോലെ ക്വാണ്ടിറ്റി. ഇനി സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് മനസ്സിലായില്ലേ? പർട്ടിക്കുലർ മെറ്റീരിയലെ സ്പെസിഫൈ ചെയ്ത് അവിടെ പറയുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് സപ്ലയറിനോട് എൻക്വയറി നടത്തുന്നത്. അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ലീഡ് ടൈം ഉണ്ട്, ക്വാണ്ടിറ്റി ഉണ്ട്, അതുപോലെ എന്താണ്? സ്പെസിഫിക്കേഷൻ. ഇനി കൊട്ടേഷൻസ് നമ്മൾ പറഞ്ഞു അല്ലെ, കരാറുകൾ, പല കരാറുകളും അല്ലെങ്കിൽ പല ടെൻഡേഴ്സുകള് നമ്മൾ കാണാറില്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ്, ന്യൂസ് പേപ്പറിലൊക്കെ ടെൻഡർ ക്ഷണിക്കുന്നു അല്ലെങ്കിൽ കൊട്ടേഷൻസിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ വായിക്കാറുണ്ടാ? വായിക്കാറില്ലെങ്കിൽ ഈ ചാപ്റ്റർ പഠിച്ച് കഴിയുമ്പോൾ ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ, മനസ്സിലാവും. എന്താണ് കൊട്ടേഷൻ എന്നൊക്കെ പറഞ്ഞാൽ? എന്താണ്? കരാറ്, ചർച്ച അല്ലെങ്കിൽ കരാർ എന്നൊക്കെ പറയാം. അപ്പൊ എന്താണ്? പല കൊട്ടേഷനുകളും കാണാൻ പറ്റും. എന്താണ്? ഇന്ന ക്വാണ്ടിറ്റിയില് അല്ലെങ്കിൽ ഇന്ന ക്വാളിറ്റിയില് ഇന്ന മെറ്റീരിയൽസ് ഇന്ന പ്രൈസിന് തരാം എന്നുള്ള ഒരു കൊട്ടേഷൻ ഒക്കെ കാണുമ്പോൾ പല കൊട്ടേഷനുകൾ ഉണ്ടാവുമല്ലോ. അപ്പൊ ഹോസ്പിറ്റലുകാർക്ക് വേണ്ട ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ ഏതാണ്, ഇന്ന ടൈം അല്ലെങ്കിൽ ഇന്ന പ്രൈസ് അവർ നോക്കിയിട്ട് പല പല കൊട്ടേഷനുകൾ ഉണ്ടാവും. അത് കമ്പയർ ചെയ്തിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള കൊട്ടേഷൻ അവർ എന്ത് ചെയ്യുന്നു? സെലക്ട് ചെയ്യുന്നു. അതാണ് രണ്ട് സിയിലും ഡിയിലും പറയുന്നത് കേട്ടോ. ഓക്കെ, quotations from the supplier to the purchase department include price of material and quantity. Comparative statement compare different quotations. പറഞ്ഞില്ലേ നമ്മള് പല പല quotations ഉണ്ട്. അപ്പൊ അവർക്ക് ആവശ്യമായിട്ടുള്ള ഹോസ്പിറ്റലുകാർക്ക് യോജിച്ചിട്ടുള്ള മെറ്റീരിയൽസ്, അതുപോലെ തന്നെ പ്രൈസ്, ക്വാണ്ടിറ്റി, അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അടങ്ങിയിരിക്കുന്ന കൊട്ടേഷൻ അല്ലെങ്കിൽ എന്താണ് ടെൻഡർ അവരെന്ത് ചെയ്യുന്നുണ്ട്? സെലക്ട് ചെയ്യുന്നു. ഇനി എന്താണ് നെക്സ്റ്റ് ആണ് പർച്ചേസ് ഓർഡർ. നമ്മള് ടെൻഡർ അല്ലെങ്കിൽ കൊട്ടേഷൻ സെലക്ട് ചെയ്തിട്ട് പിന്നെ എന്ത് ചെയ്യും? അങ്ങനെ നമ്മൾ ഒരു സപ്ലയറിനെ സെലക്ട് ചെയ്തു. ആ സപ്ലയറിനോട് എന്ത് ചെയ്യുന്നുണ്ട്? പിന്നെ പർച്ചേസിംഗ് ഓർഡർ കൊടുക്കുന്നുണ്ട് അല്ലെ. അപ്പോ
അടുത്ത സ്റ്റെപ്പാണ്. സ്റ്റെപ്പ് ഇയിൽ നോക്കിയേ, പർച്ചേസ് ഓർഡർ. പർച്ചേസ് ഓർഡർ സപ്ലയർക്ക് കൊടുക്കുന്നുണ്ട്. ലീഗൽ ഡോക്യുമെന്റ് ബിറ്റ്വീൻ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് സപ്ലയർ. അടിയിലൊന്ന് വരച്ചിട്ടുള്ളൂ കേട്ടോ. പർച്ചേസ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലീഗൽ ഡോക്യുമെന്റ് ആണ്. ആരൊക്കെ തമ്മിലുള്ള ലീഗൽ ഡോക്യുമെന്റ് ആണ്? പർച്ചേസ് ഡിപ്പാർട്ട്മെന്റും സപ്ലയറും തമ്മിലുള്ള നിയമപരമായിട്ടുള്ള ഒരു രേഖ അല്ലെങ്കിൽ ലീഗൽ ഡോക്യുമെന്റ് ആണ് പർച്ചേസ് ഓർഡർ എന്ന് പറയുന്നത്. The purchase order is a document created by ആരാണ്? വാങ്ങുന്ന വ്യക്തിയാണ് അല്ലെ ഈ പർച്ചേസ് ഓർഡർ. അല്ല, പർച്ചേസ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോക്യുമെന്റ് ആണ്. അത് ക്രിയേറ്റ് ചെയ്യുന്നത് ആരാണ്? വാങ്ങുന്ന വ്യക്തി, ബയർ അല്ലെ, സ്വീകരിക്കുന്ന വ്യക്തി, വാങ്ങുന്ന വ്യക്തി എന്നൊക്കെ പറയാട്ടോ. Okay, and sir, the purpose of ordering goods from the supplier. അപ്പൊ purchase order purpose, main purpose എന്താണ്? Ordering goods from the supplier. സപ്ലയറുടെ കയ്യിൽ നിന്ന് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും, ഗുഡ്സുകൾ ഓർഡർ ചെയ്ത് വാങ്ങിക്കാൻ പറ്റും. അതാണ് മെയിൻ പർപ്പസ് ആയിട്ട് പറയുന്നത്. എന്താണ്? പർച്ചേസിംഗ് ഓർഡറിന്റെ മെയിൻ പർപ്പസ് ആയിട്ട് വരുന്നത് എന്താണ്? ഓർഡറിംഗ് ഗുഡ്സ് ഫ്രം ദ സപ്ലയർ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? എന്താണ് പർച്ചേസ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? നിയമപരമായിട്ടുള്ള രേഖയാണ്. ആരൊക്കെ തമ്മിലാണ്? പർച്ചേസ് ഡിപ്പാർട്ട്മെന്റും സപ്ലയറും തമ്മിലുള്ള ഒരു ലീഗൽ ഡോക്യുമെന്റ് ആണ് പർച്ചേസ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഈ പർച്ചേസ് ഓർഡർ ഒരു ഡോക്യുമെന്റ് ആണ്. അത് ക്രിയേറ്റ് ചെയ്തത് ആരാണ്? ബയ്യർ ആണ്, വാങ്ങുന്ന വ്യക്തിയാണ്. ഇപ്പൊ ഞാനാണ് എനിക്കൊരു സാധനം സപ്ലയറുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നതെങ്കിൽ ഞാനാണ് ബയ്യർ എന്ന് പറയുന്നത്. ആ വ്യക്തിയാണ് പർച്ചേസ് ഓർഡർ ആ ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിന്റെ മെയിൻ പർപ്പസ് എന്താണ്? ഓർഡറിംഗ് ഗുഡ്സ് ഫ്രം ദ സപ്ലയർ. ഓക്കെ, ഇനി എന്താണ്? എവ്രി പർച്ചേസ് ഓർഡർ ഷുഡ് കണ്ടെയ്ൻ ദ. എന്തൊക്കെ ഉണ്ടാവും ഇനി പർച്ചേസ് ഓർഡറിൽ? എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാവുന്നത്? കറക്റ്റ് ഡേറ്റ് ഉണ്ടാവും, അതുപോലെ നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഇപ്പൊ ഹോസ്പിറ്റലിലേക്കാണ് എന്തെങ്കിലും മെഷീനോ എക്യുപ്മെന്റോ ഒക്കെ വാങ്ങിക്കുന്നതെങ്കിൽ ആ ഹോസ്പിറ്റലിന്റെ അഡ്രസ്, നെയിം, കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സപ്ലൈസ് അല്ലെ, എക്യുപ്മെന്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അതുപോലെ എന്താണ്? ഡിസ്ക്രിപ്ഷൻ ഓഫ് ഗുഡ്സ്, പ്രൈസ് ഓഫ് ദ ഐറ്റംസ്, ഓർഡർ നമ്പർ, ടേംസ് ആൻഡ് കണ്ടീഷൻസ് അല്ലെ, നിയമങ്ങള് അല്ലെങ്കിൽ എന്താണ് അങ്ങനെയുള്ള കണ്ടീഷനുകൾ ഉണ്ടാവും. അതുപോലെ എന്താണ്? ക്യാഷ് ക്രെഡിറ്റ് ആണോ അല്ലെങ്കിൽ ക്രെഡിറ്റിൽ വാങ്ങിക്കാം. ചിലപ്പോൾ ക്യാഷ് ആയിട്ട് പർച്ചേസ് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവും. മോഡ് ഓഫ് പേയ്മെന്റ്, ചെക്ക് വഴിയാണോ ക്യാഷ് ആണോ കൊടുത്തത്? ചിലപ്പോൾ റെഡി ക്യാഷ് ആയിട്ട് കൊടുക്കാം, ചിലപ്പോൾ ചെക്ക് ആയിട്ട് കൊടുക്കാം. അപ്പോ ആ മോഡ് ഓഫ് പേയ്മെന്റ് ഉണ്ടാവും. അതുപോലെ സിഗ്നേച്ചർ ഓഫ് ദി ഓതറൈസ്ഡ് പേഴ്സൺ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പർച്ചേസ് ഡോക്യുമെന്റിൽ അല്ലെങ്കിൽ പർച്ചേസ് ഓർഡർ ആ എഗ്രിമെന്റിൽ ഉണ്ടാകുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ. അത് എന്താണ്? കറക്റ്റ് ഡേറ്റ് ഉണ്ടാവും, നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദി ഹോസ്പിറ്റല്, സപ്ലൈസ്, ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി ഗുഡ്സ്, പ്രൈസ് ഓഫ് ദി ഐറ്റംസ്, ഓർഡർ നമ്പർ, ടേംസ് ആൻഡ് കണ്ടീഷൻസ്, മോഡ് ഓഫ് പേയ്മെന്റ്, സിഗ്നേച്ചർ. ക്ലിയർ ആയില്ലേ? ഇനി നെക്സ്റ്റ് ആണ് ഇൻവോയ്സ് ഓർ ബിൽ. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഇൻവോയ്സ് ബില്ല്. ഇൻവോയ്സ് ബിൽ എന്താ പറയാൻ പറ്റോ? ഇൻവോയ്സ് ബിൽ എന്ന് പറഞ്ഞാല് ഒരു ഡീറ്റെയിൽഡ് ബില്ലാണ് അല്ലെ? പഠിച്ചിട്ടുണ്ടാ? കാര്യങ്ങൾ ഓർമ്മ വന്നുണ്ടാ പറയുമ്പോ? ഡീറ്റെയിൽഡ് ബില്ലാണ്. അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാകും? ക്വാണ്ടിറ്റി, പ്രൈസ്, സപ്ലയറിന്റെ കാര്യങ്ങള്, അതുപോലെ പർച്ചേസ് ചെയ്യുന്നത് ആരാണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ടാകും. Okay, the invoice is created by the supplier and shows how much the buyer required to pay for the goods bought from the supplier. എന്താ പറയുന്നത്? വിതരണക്കാരനാണ് അല്ലെ, അല്ലെങ്കിൽ സപ്ലയർ ആണ് ഇൻവോയ്സ് ബില്ല് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാകുന്നത്? സപ്ലയർക്ക് നമ്മൾ എത്ര രൂപ നൽകണം എന്നുള്ള കാര്യങ്ങള് ഈ ഇൻവോയ്സ് ബില്ലില് ഉണ്ടാകും അല്ലെ. ഇൻവോയ്സ് ബില്ല് ക്രിയേറ്റ് ചെയ്യുന്നത് സപ്ലയർ ആണ്. സപ്ലയർക്ക്
ബയർ കൊടുക്കേണ്ട തുക എത്രയാണ് എന്നുള്ളത് അതിനകത്തുണ്ടാവും. ഗിവൺ ബൈ ദ സപ്ലയർ ടു ദ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്. ഈ എന്താണ് ഇൻവോയ്സ് ബില്ല് എന്ത് ചെയ്യുന്നത്? സപ്ലയർ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിലോട്ട് കൊടുക്കും. അതിനുശേഷം എന്താണ് ഈ ഐറ്റംസ് അല്ലെ വേണ്ട ഐറ്റംസ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ്. അതിനുശേഷം ഐറ്റംസ് ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നു. ഇനി ദ ബിൽ ആർ ക്ലിയർഡ് ബൈ ദ ഫിനാൻസ് ഓർ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ്. അതിനുശേഷം ഈ സപ്ലയർ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിലോട്ട് ഇൻവോയ്സ് ബില്ല് കൊടുക്കുകയും അതിനുശേഷം ഐറ്റംസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ഈ ബില്ല് ആരാ ക്ലിയർ ചെയ്യുന്നത്? ഹോസ്പിറ്റലിലെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ, അവരെന്ത് ചെയ്ത് കൊടുക്കുന്നുണ്ട്? ക്ലിയർ ചെയ്ത് കൊടുക്കും. ക്ലിയർ ആയോ? മനസ്സിലായോ? ഇൻവോയ്സ് ബില്ലിൽ എന്താ പറയുന്നത്? സപ്ലയർ ആണ് ഇൻവോയ്സ് ബില്ല് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോ ഈ സപ്ലയർ ക്രിയേറ്റ് ചെയ്യുമ്പോ ഈ വാങ്ങിക്കുന്ന ആളല്ലേ ബയർ എന്തോരം പൈസ, എത്ര രൂപയാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് അതിനകത്തുണ്ടാവും. ഇനി അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട്? ഈ ബില്ല് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന് സപ്ലയർ കൊടുക്കുകയും അതിനുശേഷം ഐറ്റംസുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം അവിടുത്തെ ഹോസ്പിറ്റലിലെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് ബില്ല് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നു. ക്ലിയർ ആയോ? ഇത്രയുമാണ് പർച്ചേസ് പ്രൊസീജിയറിൽ വരുന്നത്. ഫസ്റ്റ് എന്താണ്? അഭ്യർത്ഥന നടത്തുന്നു അല്ലെ. യൂസർ ഡിപ്പാർട്ട്മെന്റ് മെറ്റീരിയൽസ് ആവശ്യമാണെങ്കിൽ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനോട് പറയുന്നു. അതിനുശേഷം എൻക്വയറി അല്ലെ, പർച്ചേസ് എൻക്വയറി നടത്തുന്നു. പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് സപ്ലൈസിനോട് പോയി ചോദിക്കുന്നു, ഇന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ലീഡ് ടൈം, ഇന്ന ക്വാണ്ടിറ്റി, ഇന്ന പ്രൈസിന് നിങ്ങൾക്ക് തരാൻ പറ്റോ എന്നുള്ളത് അന്വേഷിക്കുന്നു. അതിനുശേഷം പല കൊട്ടേഷൻസ് നോക്കിയിട്ട് ഹോസ്പിറ്റലിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള കൊട്ടേഷൻ സെലക്ട് ചെയ്ത് പർച്ചേസ് ഓർഡർ കൊടുക്കുന്നു. പർച്ചേസ് ഓർഡർ എന്ന് പറയുന്നത് എന്താണ്? ലീഗൽ ഡോക്യുമെന്റ് ആണ്, നിയമപരമായിട്ടുള്ള ഒരു രേഖയാണ്. ആരൊക്കെ തമ്മിലാണ് ലീഗൽ ഡോക്യുമെന്റ് ചെയ്യുന്നത്? ആരാണ്? പർച്ചേസ് ഡിപ്പാർട്ട്മെന്റും സപ്ലയറും തമ്മിലാണ് ഈ എഗ്രിമെന്റ് വെക്കുന്നത്. ഇനി ബയ്യർ ആണ് ഈ ഡോക്യുമെന്റ്, പർച്ചേസ് ഓർഡർ ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിന്റെ പർപ്പസ് എന്താണ്? ഓർഡറിംഗ് ഗുഡ്സ് ഫ്രം ദ സപ്ലയർ. അതുപോലെ തന്നെ ഈ ഡോക്യുമെന്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാകുന്നത്? കറക്റ്റ് ഡേറ്റ് ഉണ്ടാവും, നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദി ഹോസ്പിറ്റൽ, സപ്ലൈസ്, ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി ഗുഡ്സ്, place of the items, order number, terms and conditions, mode of payment, last one is signature of the authorized person. ഈ ഇൻവോയ്സ് ബില്ല് എന്ന് പറയുന്നത് എന്താണ്? സപ്ലയർ ആണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ബയറുടെ കയ്യിൽ നിന്ന് എത്ര രൂപയാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് ഈ ഇൻവോയ്സ് ബില്ലിൽ ഉണ്ടാകും. ഇൻവോയ്സ് ബില്ല് എന്ത് ചെയ്യുന്നുണ്ട്? പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന് കൈമാറുകയും അതിനുശേഷം ഐറ്റംസുകൾ ഡിസ്ട്രിബ്യൂഷൻ നടത്തുകയും ചെയ്യുന്നു. അതിനുശേഷം ഈ ഹോസ്പിറ്റലിലെ ആരാണ്? അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് ആണ് ബില്ലുകൾ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നത്. ക്ലിയർ ആയോ? ഇത്രയും. ഇനി എന്താണ്? പർച്ചേസിംഗ് പ്രൊസീജിയർ ഡിവൈഡഡ് ഇൻടു 3. നമ്മൾ മുമ്പ് പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങൾ തന്നെ ചെറുതാക്കി കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് പറയുമ്പോൾ മനസ്സിലാവും. എന്താണ്? ഫസ്റ്റ് വൺ ആണ് പ്രീ പർച്ചേസ് സിസ്റ്റം. പർച്ചേസിങ്ങിന് മുമ്പ് നടക്കുന്ന കാര്യങ്ങൾ അല്ലെ. എന്തൊക്കെ കാര്യങ്ങളാണ് നടത്തുന്നത്? പർച്ചേസ് റിക്വസിഷൻ, എന്താണ്? അഭ്യർത്ഥന നടത്തുന്നു. എൻക്വയറി, പർച്ചേസ് എൻക്വയറി അന്വേഷിക്കുന്നു. റിസീവിംഗ് കൊട്ടേഷൻസ് ആൻഡ് കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ്. നമ്മൾ പറഞ്ഞു അല്ലെ, പർച്ചേസിങ്ങിന് മുൻപ് അല്ലെങ്കിൽ ഓർഡർ എടുക്കുന്നതിന് മുൻപ് നടത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആദ്യം നമ്മള് യൂസർ ഡിപ്പാർട്ട്മെന്റ്, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിനോട് പറയുന്നു ഇന്ന മെറ്റീരിയൽ ഇല്ല, ആവശ്യമാണ് എന്നുള്ളത് അവരോട് പറയുന്നു. അപ്പൊ അവരെന്ത് ചെയ്യുന്നുണ്ട്? അന്വേഷണം നടത്തുന്നു. സപ്ലൈസിനോട് അന്വേഷണം നടത്തി പല പല കൊട്ടേഷനുകള് കമ്പയർ ചെയ്ത് അവർക്ക് ആവശ്യമുള്ളവ ആ കൊട്ടേഷൻ സെലക്ട് ചെയ്യുന്നു. ഇത്രയും വരെ ക്ലിയർ ആയോ? അതാണ് പ്രീ പർച്ചേസ് സിസ്റ്റത്തിൽ നടക്കുന്നത്. ഇനി എന്താണ്? ഓർഡർ കൊടുക്കും അല്ലെ, ഓർഡറിംഗ് സിസ്റ്റം. പ്രിപ്പയറിംഗ് ഓഫ് പർച്ചേസ് ഓർഡർ ആൻഡ് ഫോളോ അപ്പ്. ഇവിടെ എന്താണ്? ഓർഡർ കൊടുക്കുന്നു, സപ്ലൈസിന് ഓർഡർ കൊടുത്ത് നമ്മൾ അതിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. അതിനുശേഷം പർച്ചേസ് ഓർഡർ കൊടുത്തതിന് ശേഷമുള്ളതാണ് എന്ത്? പോസ്റ്റ് പർച്ചേസിംഗ് സിസ്റ്റം ആയിട്ട് വരുന്നത്.
നമ്മൾ റിസീവ് ചെയ്യുന്ന മെറ്റീരിയൽസ് ഇൻസ്പെക്ഷൻ നടത്തുന്നു. ഇന്ന ക്വാണ്ടിറ്റിയിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെയാണോ സപ്ലയർ കൊണ്ടുവന്നിരിക്കുന്നത്, പ്രൈസ് എന്തോരമുണ്ട്, ക്വാണ്ടിറ്റി എന്തോരമുണ്ട് എന്നുള്ളത് എണ്ണി തിട്ടപ്പെടുത്തുന്നു, ഇൻസ്പെക്ഷൻ നടത്തുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നത്? പേയ്മെന്റ്സ് ഓഫ് ബില്ല് പേയ്മെന്റ് അല്ലെ. നമ്മൾ പറഞ്ഞില്ലേ ഹോസ്പിറ്റലിലെ അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റ് ലാസ്റ്റ് ഫൈനൽ ആയിട്ട് ചെയ്യുന്നത് എന്താണ്? ബില്ലുകള് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നു. ക്ലിയർ ആയോ? അത് മനസ്സിലായോ? 3 കാര്യങ്ങളും പ്രീ പർച്ചേസ് സിസ്റ്റം, ഓർഡറിംഗ് സിസ്റ്റം, പോസ്റ്റ് പർച്ചേസിംഗ് സിസ്റ്റം. നമ്മൾ മുമ്പ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെ ഇവിടെ ചെറുതാക്കി കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ. മനസ്സിലായോ? അത് ഓക്കെ, വായിച്ചാൽ മനസ്സിലാവുമല്ലോ. ഇനി എന്താണ് ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ്? എന്താണ് ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ്? പറഞ്ഞിട്ടുണ്ടല്ലോ മുമ്പ് കഴിഞ്ഞ ക്ലാസ്സില്. കോസ്റ്റ്ലി ആണ്. അതുപോലെ എന്താണ്? ഒരു അസറ്റ് ആണ് അല്ലെ, ഒരു ആസ്തിയാണെന്ന് പറയാം. നമുക്ക് കുറെ നാൾ ഉപയോഗിക്കാൻ പറ്റും അല്ലെ. വില കൂടിയ വസ്തുക്കളാണ് എന്തെന്ന് പറയുന്നത് ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ്. എക്സാമ്പിൾ പറയാൻ പറ്റോ? ലോങ് ടേം യൂസ് ആണ്. എക്സാമ്പിള് എക്സ്റേ ബിൽഡിങ്സ്. ഓക്കെ, എക്സ്റേ മെഷീൻസുകള്, അതുപോലെ ഓട്ടോക്ലേവ് മെഷീൻസ് ഒക്കെ കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ് എന്ന് പറഞ്ഞാല് വളരെ വില കൊടുത്ത് വാങ്ങിക്കുന്ന സാധനങ്ങളെയാണ് ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത്. 4 തരത്തിലുള്ള പോയിന്റുകളാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. നോക്കിയേ, മേജർ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഹോസ്പിറ്റൽ. ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ വില കൊടുത്ത് വാങ്ങിക്കുന്ന എക്യുപ്മെന്റ്സ് ആയതുകൊണ്ട് തന്നെ എന്താണ്? ഒരു മേജർ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ്, ഒരു പ്രധാന നിക്ഷേപം എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെ. സ്കാനേഴ്സുകൾ അല്ലെ, സ്കാൻ ചെയ്യുന്ന മെഷീൻസ്, ഓട്ടോക്ലേവ് മെഷീൻസ്, സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്, അങ്ങനെയുള്ള പലതരത്തിലുള്ള വില കൂടിയ വസ്തുക്കളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ ഇവിടെ പറയുന്നത്. അപ്പോ എന്താണ് ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ് ആയിട്ട് നമുക്ക് അങ്ങനെയുള്ള മെഷീൻസിനെ പറയാം. അതുകൊണ്ട് തന്നെ എന്താണ്? ഒരു പ്രധാനമായിട്ടുള്ള ഒരു നിക്ഷേപമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി എന്താണ് നോൺ റിപ്പീറ്റേറ്റീവ് പർച്ചേസ് അല്ലെ. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ആയിട്ടുള്ള മെഷീൻസ് വാങ്ങുന്നത് കൊണ്ട് തന്നെ എന്താണ് എപ്പോഴെപ്പോഴും നമുക്ക് വാങ്ങിക്കാൻ പറ്റോ? ഇല്ല. അതുകൊണ്ട് തന്നെ എന്താണ് വളരെ വില കൂടിയ വസ്തുക്കളായത് കൊണ്ട് തന്നെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് വേണം വാങ്ങിക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് എന്താണ് അതിനകത്ത് വല്ല മെയിൻ്റെനൻസ് വർക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും റിപ്പയർ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് വരില്ല. അതാണ് പറയുന്നത് നോൺ റിപ്പീറ്റേറ്റീവ് പർച്ചേസിങ്. എപ്പോഴെപ്പോഴും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ആയതുകൊണ്ട് തന്നെ വളരെ വില കൂടിയ വസ്തുക്കളായത് കൊണ്ട് തന്നെ നമുക്ക് എന്താണ് എപ്പോഴെപ്പോഴും വാങ്ങിക്കേണ്ട, റിപ്പീറ്റേറ്റീവ് ആയിട്ട് നമുക്ക് വാങ്ങിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇനി എന്താണ് തേർഡ് നോക്കിയേ, he includes the major operations of the hospital അല്ലെ. എന്താണ് ഇപ്പോ നമ്മൾ പറഞ്ഞു സ്കാനേഴ്സുകള് അല്ലെങ്കിൽ എന്താണ് ഓട്ടോക്ലേവ്സ് ഒക്കെയാണ് എന്താണ് ഈ ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ് ആയിട്ട് വരുന്നത് ഹോസ്പിറ്റലിന്റെ. ഇത് തന്നെയല്ല വേറെ എക്യുപ്മെന്റ്സ് വരും കേട്ടോ. എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ് ക്യാപിറ്റൽ എക്യുപ്മെന്റ്സിന്റെ എക്സാമ്പിൾ. അപ്പൊ അങ്ങനെയുള്ള ഇത് വാങ്ങിക്കുമ്പോ എന്താണ് ഈ ഇപ്പോ നമുക്ക് അറിയാം റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ എന്താണ് ഈ സ്കാനേഴ്സുകൾ ഇല്ലെങ്കിൽ നമുക്ക് അതിന്റെ പ്രവർത്തനം നടക്കാൻ പറ്റോ? നടത്താതിരിക്കാൻ പറ്റോ? ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ എപ്പോഴെപ്പോഴും എന്താണ് ഇപ്പൊ പല എക്സ്റേ ആയാലും സ്കാൻ എന്താണ് CT സ്കാൻ MRI ഒക്കെ എന്താണ് ദിവസവും ആളുകൾ എന്താണ് അങ്ങനെയുള്ള പേഷ്യൻസുകൾ ഉണ്ടാവും, ദിവസവും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ മേജർ ഓപ്പറേഷൻസ് അല്ലെ ഹോസ്പിറ്റലിൽ എന്താണ് മേജർ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് ഈ ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ് ധാരാളം എന്താണ് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഈ എക്യുപ്മെന്റ്സ് വേണമെന്നാണ് പറയുന്നത്. ഓരോ ഹോസ്പിറ്റലിന്റെയും ഒരു ദിവസത്തെയും പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടക്കുന്നതിന് മേജർ ഓപ്പറേഷൻസുകളാണ് ഹോസ്പിറ്റലിൽ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല പല എക്യുപ്മെന്റ്സ് ക്യാപിറ്റൽ എക്യുപ്മെന്റ്സിന്റെ ആവശ്യകത ഉണ്ട് എന്നാണ് പറയുന്നത്. ഇനി എന്താ പറയുന്നത്, ഇൻ കേസ് ഓഫ് ഫിനാൻഷ്യൽ ആൻഡ് അക്കൗണ്ടിംഗ് ടേംസ്
capital equipments is called fixed asset. Important ആണ്, അടിയിൽ വരച്ചു വെക്കണം. എന്താണ് ഈ അക്കൗണ്ടിങ് ടേംസില് ക്യാപിറ്റൽ എക്യുപ്മെന്റ്സിനെ പറയുന്ന പേരാണ് എന്ത്? ഫിക്സഡ് അസറ്റ് അല്ലെ? ഇതാണ് അക്കൗണ്ടിങ് ഫിനാൻഷ്യൽ അല്ലെങ്കിൽ അക്കൗണ്ടിങ് ടേംസില് ക്യാപിറ്റൽ എക്യുപ്മെന്റ്സിനെ പറയുന്ന പേരാണ് ഫിക്സഡ് അസറ്റ്. ക്വസ്റ്റ്യൻ വരാട്ടോ, ഇമ്പോർട്ടന്റ് ആണ്, അടിയിൽ വരച്ചു വെക്കണം. ഇത്രയും കാര്യങ്ങളാണ് ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ് പർച്ചേസിൽ വരുന്നത്. ഫസ്റ്റ് എന്താ പറഞ്ഞത്? മേജർ ഇൻവെസ്റ്റ്മെന്റ് ആണ്, അതൊരു പ്രധാന നിക്ഷേപമാണ്. എന്ത്? ഹോസ്പിറ്റലിന്റെ പ്രധാന നിക്ഷേപമായിട്ട് പറയുന്നത് എന്താണ്? ക്യാപിറ്റൽ എക്യുപ്മെന്റ്സിനെ പറയുന്നുണ്ട്. അതുപോലെ പല സ്റ്റാൻഡേർഡ്സ്, നല്ല രീതിയിലുള്ള സ്റ്റാൻഡേർഡ്സ് ആയിട്ടുള്ള ക്വാളിറ്റി ആയിട്ടുള്ള മെഷീൻസുകൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും അതിന് എന്താണ് റിപ്പയർസോ അല്ലെങ്കിൽ മെയിൻ്റെനൻസ് വർക്കൊന്നും വരാതെ നമുക്ക് എപ്പോഴും വാങ്ങേണ്ടതായിട്ട് വരില്ല. അതുകൊണ്ട് തന്നെ പല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നല്ല രീതിയിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മെഷീൻസ് വേണം വാങ്ങിക്കാനായിട്ട്. ഇനി എന്താണ്? ഇൻക്ലൂഡ്സ് ദ മേജർ ഓപ്പറേഷൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ. നമ്മൾ പറഞ്ഞു ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കാനേഴ്സുകള്, ഓട്ടോക്ലേവ്സ്. അപ്പോ അങ്ങനെയുള്ള ആവശ്യങ്ങൾ എന്താണ്? ഇങ്ങനെയുള്ള ഇപ്പോ സ്കാനേഴ്സുകളായാലും എന്താണ് ഓരോ ദിവസവും അങ്ങനെയുള്ള പേഷ്യൻസുകൾ വരാം. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലായാലും അതുപോലെ തന്നെ ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റിലായാലും എല്ലാ ദിവസവും ചിലപ്പോൾ ഓപ്പറേഷനുകളായാലും സ്കാനുകളായാലും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അപ്പോ ഇവിടെ ഈ ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ് ഹോസ്പിറ്റലിൽ എന്താണ് മെയിൻ ആയിട്ട് വേണ്ട ഒരു സാധനമാണ് അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ് ആണ് എന്നാണ് പറയുന്നത്. പല മേജർ ഓപ്പറേഷൻസിനും എന്താണ് ഈ ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ് ആവശ്യമുണ്ട്. അതുപോലെ അക്കൗണ്ടിങ് ടേംസില് ഈ ക്യാപിറ്റൽ എക്യുപ്മെന്റ്സിനെ പറയുന്ന പേരാണ് ഫിക്സഡ് അസറ്റ്. ഇമ്പോർട്ടന്റ് ആണ്, അത് അടിയിൽ വരച്ചു വെക്കണം. മനസ്സിലായോ? ഒന്ന് വായിച്ചു നോക്കി, ഇത്രയും ഭാഗങ്ങൾ എടുത്തത് ഒന്ന് വായിച്ചു നോക്കൂട്ടോ.
അയച്ചു നോക്കിയോ? പർച്ചേസിംഗ് പ്രൊസീജിയർ ഒക്കെ ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? ഇനി നോക്കിയേ, നെക്സ്റ്റ് ടോപ്പിക് ആണ് എന്ത്? ഹോസ്പിറ്റൽ എക്യുപ്മെന്റ് മാനേജ്മെന്റ് കൺസിസ്റ്റ് ഓഫ് 5 പോയിന്റ്സ്. നമ്മൾ 5 പോയിന്റ്സ് പഠിക്കാൻ പോകുന്നതിന് ഹോസ്പിറ്റൽ എക്യുപ്മെന്റ്സ് മാനേജ്മെന്റിന്റെ അടങ്ങിയിരിക്കുന്ന 5 പോയിന്റ്സ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? പ്ലാനിങ് ഫോർ ദ എക്യുപ്മെന്റ്സ് അല്ലെ. ഇപ്പോ എക്യുപ്മെന്റ്സ് വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആസൂത്രണം, പ്ലാനിങ്ങുകൾ ചെയ്യണം. അതാണ് ഫസ്റ്റ് പോയിന്റ്, പ്ലാനിങ് ഫോർ ദ എക്യുപ്മെന്റ്സ്. രണ്ടാമത് എന്താണ്? പർച്ചേസിങ് അല്ലെ. നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തു, എന്നിട്ട് എന്ത് ചെയ്തു? അതിന്റെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ നീക്കി വെച്ചു, അത് പർച്ചേസ് നടത്തി. പർച്ചേസിങ് ഓഫ് എക്യുപ്മെന്റ്സ്. തേർഡ് വൺ എന്താണ്? മെയിൻ്റനൻസ് ഓഫ് എക്യുപ്മെന്റ്സ് അല്ലെ. അത് പർച്ചേസ് ചെയ്തതിനു ശേഷം അതിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എന്താണ്, ചിലപ്പോ കുറച്ച് നാൾ കഴിയുമ്പോ എന്താണ്, അതിന് വല്ല അറ്റകുറ്റപ്പണികളൊക്കെ ഉണ്ടാവാം അല്ലെ. അപ്പോ എന്താണ്, അതിനുള്ള റിപ്പയർസ് കാര്യങ്ങളൊക്കെ ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പ് ആണ് യൂട്ടിലൈസേഷൻ ഓഫ് എക്യുപ്മെന്റ്സ്. അതിന്റെ യൂസ് അല്ലെ, ഉപയോഗം, യൂട്ടിലൈസേഷൻ ഓഫ് എക്യുപ്മെന്റ്സ്. ഇനി നെക്സ്റ്റ് ലാസ്റ്റ് സ്റ്റെപ്പ് ആണ് ഡിസ്കാർഡിംഗ് ഓഫ് എക്യുപ്മെന്റ്സ്. ഡിസ്കാർഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നിരസിക്കുക. അല്ലെങ്കിൽ ഇപ്പോ നമ്മൾ എന്ത് ചെയ്തു? ഇപ്പോ ഒരു മെഷീൻ വാങ്ങിച്ചു, അത് പല തവണ ഉപയോഗിച്ചു, അതിന് ചിലപ്പോ ഉപയോഗശൂന്യമാവാം, അല്ലെങ്കിൽ എന്താണ്, എന്തെങ്കിലും മറ്റു കുറ്റപ്പണിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാം. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ എന്ത് ചെയ്യും? സ്ക്രാപ്പിന് കൊടുക്കും അല്ലെ. ചിലപ്പോ ഉപയോഗിക്കാൻ പറ്റാത്തത് എന്തെങ്കിലും നമ്മൾ സ്ക്രാപ്പിന് കൊടുത്തിട്ട് അതിൽ നിന്ന് നമ്മള് അതിന്റെ മൂല്യം കളക്ട് ചെയ്യും. എത്രയാണോ എന്നുള്ളത് നോക്കിയിട്ട് അതിലൊരു പൈസ ക്യാഷ് നമുക്ക് തരും അല്ലെ, സ്ക്രാപ്പിന് കൊടുക്കുമ്പോൾ. അങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ എന്താണ്, അതിൻ്റെതായ രീതിയിൽ ചിലപ്പോൾ അതെന്ത് ചെയ്ത് കളയാം? ഡിസ്പോസൽ ചെയ്ത് കളയാം, ഉപയോഗിക്കാൻ പറ്റാത്തത്. രണ്ട് രീതിയിലും എന്താണ്, ഡിസ്കാർഡിങ് ചെയ്യാം കേട്ടോ, നിരസിക്കാം. എങ്ങനെയാണ്? സ്ക്രാപ്പിന് കൊടുക്കാമെന്നല്ലെങ്കിൽ എന്താണ്, അതിൻ്റെതായിട്ടുള്ള രീതിയിൽ അത് ഡിസ്പോസൽ ചെയ്ത് കളയാനായിട്ട് പറ്റും. 5 കാര്യങ്ങളാണ് ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ് മാനേജ്മെന്റിൽ പറയുന്നത്. പ്ലാനിങ്, ആദ്യം പ്ലാനിങ് നടത്തി, അത് പർച്ചേസ് ചെയ്തു, മെയിൻ്റനൻസുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്തു, അത് ഉപയോഗിച്ചു, നല്ല രീതിയിൽ ഉപയോഗിച്ചു. ഇനി അത് ഉപയോഗിക്കാൻ പറ്റാതെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ സ്ക്രാപ്പിന് കൊടുക്കും, അല്ലെങ്കിൽ അത് നിർമ്മാർജ്ജനം ചെയ്ത് കളയുന്നു. ഇനി നെക്സ്റ്റ് നോക്കി, അതിന്റെ അടിയിൽ ചെറിയ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോയിന്റുകള് ചെറുതാക്കിയിട്ട് ഇത്തിരി അതിന്റെ എന്താണ് എക്സ്പ്ലനേഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ. ഫസ്റ്റ് നോക്കിയേ, പ്ലാനിങ് ദ എക്യുപ്മെന്റ്സ് to choose the alternative and select the best one. Important point is felt needed. എന്താ പറയുന്നത്? നമ്മള് ഫസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? പല മാർഗങ്ങളിലൂടെ എന്താണ് ഓൾട്ടർനേറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പല മാർഗങ്ങളിലൂടെ നമ്മള് പല മാർഗങ്ങൾ നോക്കി അതിനകത്ത് സെലക്ട് ദ ബെസ്റ്റ് വൺ. സെലക്ട് മികച്ച സപ്ലയേഴ്സിനെ നമ്മൾ എന്ത് ചെയ്തു? തെരഞ്ഞെടുത്തു. പല മാർഗങ്ങളിലൂടെ മികച്ച സപ്ലയേഴ്സിനെ നമ്മൾ ആദ്യം സെലക്ട് ചെയ്തു. ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ് വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്തു? പല മാർഗങ്ങളിലൂടെ നമ്മൾ അന്വേഷിച്ചു, അതിനുശേഷം സെലക്ട് അല്ലെ, നല്ല രീതിയിൽ നമുക്ക് യോജിച്ചതായിട്ടുള്ള സപ്ലയറിനെ നമ്മൾ ചൂസ് ചെയ്തു. സെലക്ട് ദ ബെസ്റ്റ് വൺ. ഇനി സെക്കൻഡ് നോക്കിയേ, പർച്ചേസിംഗ് ആൻഡ് എക്യുപ്മെന്റ്. അതിനകത്ത് മേജർ സ്റ്റെപ്പ് ഫോർ പർച്ചേസിംഗ് ദ ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ്. 9 സ്റ്റെപ്പുകളാണ് പർച്ചേസിംഗ് ആൻഡ് എക്യുപ്മെന്റ്സിൽ പഠിക്കാനുള്ളത്. ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ് വാങ്ങിക്കുമ്പോൾ 9 സ്റ്റെപ്പിലൂടെ എല്ലാം കടന്നു പോയിട്ട് വേണം അത് പർച്ചേസിംഗ് നടത്താനായിട്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ടു ഫോർകാസ്റ്റ് ദ ഡിമാൻഡ് അല്ലെ. ഫോർകാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മുൻകൂട്ടി തീരുമാനിക്കുക ആവശ്യങ്ങള്. നമ്മുടെ ഡിമാൻഡ് എന്താണ്? ഓക്കെ, ഡിമാൻഡ് എന്താണ്? ആവശ്യങ്ങൾ അല്ലെ. ആവശ്യങ്ങൾ മുൻകൂട്ടി കാണുക. നമ്മളിപ്പോ ഒരു എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊരു സാധനം, TV എന്തെങ്കിലും വാങ്ങിക്കാൻ പോകണം.
അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആ ടി.വി വാങ്ങിക്കേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ അതില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കും അല്ലെ. വാങ്ങിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് അതിന്റെ പണം സേവ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യാം. അതുപോലെ തന്നെയാണ് ഹോസ്പിറ്റലുകളിലും എന്താണ് ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ് വാങ്ങിക്കുമ്പോൾ ആവശ്യങ്ങൾ മുൻകൂട്ടി കാണണം. ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ് ഇല്ലാതെ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ മുൻപോട്ട് പോകുമോ, അതിന് എത്ര പണം ആവശ്യമായിട്ട് വരും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുൻകൂട്ടി തീരുമാനിക്കുന്നു, ചിന്തിക്കുന്നു. ക്ലിയർ ആയോ? ഇനി എന്താണ് സെക്കൻഡ് സ്റ്റെപ്പാണ് സോഴ്സസ് ഓഫ് ഫണ്ട്. നമ്മള് ആവശ്യങ്ങൾ മുൻകൂട്ടി കണ്ടു, ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ് വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പണം കിട്ടണം അല്ലെ. എവിടെ നിന്നൊക്കെയാണ് നമുക്ക് പണം കിട്ടുന്നത്? ലോൺസ് വഴി നമുക്ക് എടുക്കാൻ പറ്റും. അതുപോലെ എന്താണ് ഡിപ്രീസിയേഷൻ ഫണ്ട് അല്ലെ. ഇപ്പോ ഹോസ്പിറ്റലില് ഒരു മെറ്റീരിയൽ ഉണ്ട് അല്ലെങ്കിൽ ഒരു അസറ്റ് ഉണ്ട്, അസറ്റിന്റെ മൂല്യശോഷണം സംഭവിക്കുമ്പോൾ ഒരു പുതിയ സാധനം വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റല് നീക്കി വെക്കുന്ന തുകയാണ് എന്തെന്ന് പറയുന്നത്? ഡിപ്രീസിയേഷൻ ഫണ്ട്. മനസ്സിലായോ? ഒരു മെറ്റീരിയൽ ഇപ്പോ അത് ഉപയോഗിച്ച് പഴകി, അപ്പൊ അതിന് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? പുതിയൊരു മെറ്റീരിയൽ വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പണം ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ കുറച്ച് പണം എന്ത് ചെയ്യും? അതിനായിട്ട് നീക്കി വെക്കും. പുതിയൊരു മെറ്റീരിയൽ വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് നീക്കി വെക്കുന്ന തുകയാണ് നമ്മള് ഡിപ്രീസിയേഷൻ ഫണ്ട് എന്ന് പറയുന്നത്. കൺസെപ്റ്റ് കിട്ടിയോ എല്ലാവർക്കും? ഓക്കെ ആണോ? ഡിപ്രീസിയേഷൻ ഫണ്ട് മനസ്സിലായോ? ഓക്കെ. ഇനി എന്താണ് ഹോസ്പിറ്റൽ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് അല്ലെ. ഹോസ്പിറ്റലിലേക്ക് വന്നു ചേർന്ന പ്രോഫിറ്റിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ആ ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ് വാങ്ങിക്കാൻ പറ്റും. എന്താ പറയേണ്ടത്? ഡിപ്രീസിയേഷൻ ഫണ്ട് ആണോ? ഓക്കെ. ഡിപ്രീസിയേഷൻ ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പോ ഓൾറെഡി ഒരു മെറ്റീരിയൽ എന്താണ് യൂസ് ചെയ്യുന്നുണ്ട് ഹോസ്പിറ്റലിൽ, അല്ലെങ്കിൽ ഒരു മെഷീൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി അത് എന്താണ് ഉപയോഗിക്കാൻ പറ്റാതെയായി. അപ്പോ അതിന് വേണ്ടിയിട്ട് പുതിയൊരു മെറ്റീരിയൽ വേണം അല്ലെ. അതിന്റെ സ്ഥാനത്ത് ഒരു പുതിയൊരു മെറ്റീരിയൽ വേണം. ആ പുതിയൊരു മെറ്റീരിയൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മള് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ പുതിയൊരു മെറ്റീരിയൽ വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഫണ്ട് നീക്കി വെക്കും. അതിനെയാണ് ഡിപ്രീസിയേഷൻ ഫണ്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഒന്നുകൂടിയും പറഞ്ഞു തരാം. നിലവിലുള്ള അസറ്റിന്റെ മൂല്യശോഷണം സംഭവിക്കുമ്പോൾ പുതിയതായിട്ട് സാധനങ്ങൾ വാങ്ങാനുള്ള തുക ഹോസ്പിറ്റൽ നീക്കിവെക്കും. അതിനെയാണ് നമ്മള് ഡിപ്രീസിയേഷൻ ഫണ്ട് എന്ന് പറയുന്നത്. കിട്ടിയാ? മനസ്സിലായ? ഓക്കെ. ഇനി എന്താണ് ഹോസ്പിറ്റൽ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്? ഹോസ്പിറ്റലിൽ വന്നു ചേർന്നിട്ടുള്ള പ്രോഫിറ്റിൽ നിന്ന് അല്ലെങ്കിൽ വരുമാനത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ് വാങ്ങിക്കാം. പിന്നെന്താണ് സ്പെസിഫിക് പർപ്പസ് ഓഫ് ഫണ്ട് അല്ലെ. ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ക്യാപിറ്റൽ അല്ലെങ്കിൽ എന്താണ് കുറച്ച് ഫണ്ട് നീക്കി വെക്കും. ഇപ്പൊ സ്കൂളിലൊക്കെ ആണെങ്കിൽ എന്താണ് സ്കോളർഷിപ്പിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പണം നീക്കി വെക്കില്ലേ? അതെന്താണ് ഇപ്പോ എന്താ വിദ്യാഭ്യാസത്തിന് മറ്റു ചെലവിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു മെയിൻ്റെനൻസ് വർക്കിനോ എന്തെങ്കിലും വേണ്ടിയിട്ട് ആ പണം എടുക്കോ നമ്മള്? ഇല്ല. കാരണം എന്താണ്? അത് സ്കോളർഷിപ്പിന് വേണ്ടി മാത്രം നീക്കി വെച്ചിരിക്കുന്ന തുകയാണ്. അങ്ങനെ എന്താണ് സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ടും ഹോസ്പിറ്റലില് ഫണ്ടുകൾ നീക്കി വെക്കുന്നുണ്ട്. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹോസ്പിറ്റൽ എക്യുപ്മെന്റ്സ് ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ് വാങ്ങിക്കാൻ പറ്റും. അപ്പോ ഏതിലൂടെയൊക്കെയാണ് നമുക്ക് പണം കിട്ടുന്നത്? എങ്ങനെയൊക്കെയാണ് പണം കിട്ടുന്നത്? ലോൺസ് എടുക്കാൻ പറ്റും. അതുപോലെ ഡിപ്രീസിയേഷൻ ഫണ്ട് അല്ലെ, പുതിയൊരു മെറ്റീരിയൽസ് വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പണം നീക്കി വെക്കുന്നുണ്ട്. അതുപോലെ എന്താണ് ഹോസ്പിറ്റൽ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്? ഹോസ്പിറ്റലിൽ വന്നു ചേർന്നിട്ടുള്ള ഫണ്ടിൽ നിന്ന് അല്ലെങ്കിൽ എന്താണ് വരുമാനത്തിൽ നിന്ന് നമുക്ക് ഈ ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ് വാങ്ങിക്കാൻ പറ്റും. പിന്നെന്താണ് ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ നീക്കി വെച്ചിരിക്കുന്ന തുകയിൽ നിന്ന് നമുക്ക് ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ് വാങ്ങിക്കാൻ പറ്റും. ഓക്കെ. ഇനി നോക്കിയ
തേർഡ് പോയിന്റ് നോക്കിയേ, തേർഡ് സ്റ്റെപ്പ് ആണ് ഡിസിഷൻ മേക്കേഴ്സ്, ടോപ്പ് മാനേജ്മെന്റ്, അഡ്മിനിസ്ട്രേറ്റർ, HOD. ആരാ HOD? ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, അപ്പൊ HOD ഉണ്ടാവും, മെറ്റീരിയൽസ് മാനേജർ, ഫിനാൻസ് മാനേജർ, ബയോമെഡിക്കൽ എഞ്ചിനീയർ. അപ്പൊ ഇവരൊക്കെയാണ് ഡിസിഷൻ എടുക്കുന്ന ആളുകൾ. ടോപ്പ് മാനേജേഴ്സ് ഉണ്ടാവും, അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടാവും, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്, മെറ്റീരിയൽസ് മാനേജർ, ഫിനാൻസ് മാനേജർ ഉണ്ടാവും, ബയോമെഡിക്കൽ എഞ്ചിനീയേഴ്സ്. അപ്പൊ ഇവരൊക്കെ ഓക്കെ പറഞ്ഞാൽ മാത്രമേ നമുക്ക് ഹോസ്പിറ്റലിലോട്ട് ഒരു ക്യാപിറ്റൽ, ന്യൂ ആയിട്ടുള്ള ക്യാപിറ്റൽ എക്യുപ്മെന്റ് വാങ്ങിക്കാനായിട്ട് പറ്റുള്ളൂ. ഇവരുടെയൊക്കെ സമ്മതം ആവശ്യമാണ്. ഇവരാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ആണ് സപ്ലയേഴ്സ് അല്ലെ. നമ്മൾ എന്ത് ചെയ്യണം? സാധനം കിട്ടുന്നതിന് വേണ്ടിയിട്ട് സപ്ലയേഴ്സിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അതാണ് ഫോർത്ത് സ്റ്റെപ്പ് ആയിട്ട് പറയുന്നത്. സപ്ലയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സപ്ലയേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യണം. ഇനി ഫിഫ്ത്ത് സ്റ്റെപ്പ് ആണ് ഇൻഫർമേഷൻ ജനറേഷൻ, ഇൻഫർമേഷൻ ഫ്രം എക്സ്പേർട്ട് ആൻഡ് പേഴ്സൺ ഹു ഡീൽ വിത്ത് ഇറ്റ്. ഇപ്പോ എന്താണ്, ഒരു ക്യാപിറ്റൽ അല്ലെങ്കിൽ ഒരു സാധനം നമ്മളെ വീട്ടിലേക്കൊക്കെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മള് അത് ഉപയോഗിക്കുന്ന ആളുകളുടെ അടുത്ത് പോയി ചോദിക്കും അല്ലെ, ഇന്ന സാധനം എങ്ങനെയുണ്ട്, ഇത് ക്വാളിറ്റി ഉണ്ടോ, എത്ര രൂപയാണ്, എത്ര നാള് നിലനിൽക്കും, അല്ലെങ്കിൽ റിപ്പയർസ് എന്തെങ്കിലും വരാറുണ്ടോ എന്നൊക്കെ ചോദിക്കാറില്ല. നമ്മള് വീട്ടിലേക്ക് ഒരു പുതിയ സാധനം വാങ്ങിക്കുമ്പോ അത് ആ മെറ്റീരിയൽ ഉള്ള വീട്ടിൽ പോയിട്ട് അല്ലെങ്കിൽ ആളുകളുടെ അടുത്ത് നമ്മൾ ചോദിക്കും അല്ലെ. അവരുടെ എന്താണ് അനുഭവങ്ങളൊക്കെ നമുക്ക് പറയാം, അല്ലെങ്കിൽ നമുക്ക് എന്താണ് സ്വീകരിക്കാനായിട്ട് പറ്റും. പുതിയൊരു സാധനം നമ്മുടെ വീട്ടിലേക്ക് വാങ്ങിക്കുമ്പോ അപ്പൊ എക്സ്പീരിയൻസ് അറിയാൻ പറ്റും. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ, അപ്പൊ എക്സ്പേർട്ട് ആയിട്ടുള്ളിടത്തു നിന്നോ അല്ലെങ്കിൽ എന്താണ് ഇപ്പൊ ആ സാധനം ഉപയോഗിക്കുന്ന വ്യക്തികളിൽ നിന്നോ പല കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിഞ്ഞിട്ട് വേണം നമ്മൾ ഇത് ചെയ്യാനായിട്ട്. പുതിയൊരു സാധനം നമുക്കായാലും അല്ലെങ്കിൽ ഹോസ്പിറ്റലായാലും വാങ്ങിക്കാനായിട്ട്. പരിചയ സമ്പന്നരുടെ അടുത്ത് നിന്ന് പോയി എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കണം നമ്മള് പുതിയൊരു സാധനം വാങ്ങിക്കാനായിട്ട്. അതാണ് ഇൻഫർമേഷൻ ജനറേഷൻ. ക്ലിയർ ആയില്ലേ? പിന്നെന്താണ്, ഈസ് ദ ഇൻസ്ട്രുമെന്റ് ഹെൽപ്ഫുൾ ടു അവർ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഒന്നുകൂടി നമ്മൾ എന്ത് ചെയ്യണം? പരിശോധന നടത്തണം അല്ലെ. ഇത് നമ്മുടെ ഹോസ്പിറ്റലിൽ വാങ്ങിച്ചു കഴിഞ്ഞാല് എന്താണ്, നല്ലതായിരിക്കോ അല്ലെങ്കിൽ നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള സാധനമായിരിക്കോ നമുക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ് വാങ്ങിക്കേണ്ടതിന്റെ ആവശ്യകത ഇപ്പോഴുണ്ടോ, അല്ലാതെ ഈ ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ് ഇല്ലെങ്കിലും ഈ ഹോസ്പിറ്റലിൽ പല പ്രവർത്തനങ്ങളും നടക്കുമോ എന്നുള്ള കാര്യങ്ങൾ ഒന്നും കൂടി നമ്മൾ എന്ത് ചെയ്യണം? ആത്മപരിശോധന നടത്തണം. ഇനി എന്താണ് സെവൻത് സ്റ്റെപ്പ്? എന്താണ്? കമ്പാരിറ്റീവ് സ്റ്റഡി ആൻഡ് കമ്പയറിംഗ് കൊട്ടേഷൻ. നമ്മൾ പറഞ്ഞു അല്ലെ, പല പല ടെൻഡറുകൾ അല്ലെങ്കിൽ കൊട്ടേഷൻസ് ഉണ്ട്. അതിനകത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾക്ക് ആവശ്യമുള്ളവ, നമ്മൾക്ക് യോജിച്ചവ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം എന്താണ്? ഫിനാൻഷ്യൽ ടൂൾസ്, ബഡ്ജറ്റിംഗ്, കോസ്റ്റിംഗ്. നമ്മൾ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യണം. അതുപോലെ എന്താണ്? കോസ്റ്റിംഗ്, എത്ര രൂപയ്ക്ക് വാങ്ങിക്കാൻ പറ്റും എന്നുള്ളത് നമ്മള് അവിടെ തയ്യാറാക്കേണ്ടതുണ്ട്. എത്ര രൂപയ്ക്ക് നമുക്ക് വാങ്ങിക്കാൻ പറ്റും, അതാണ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതുപോലെ ബഡ്ജറ്റിംഗ് നമുക്ക് അറിയാലോ, ബഡ്ജറ്റ് ഇന്ന സാധനം വാങ്ങിക്കാനായിട്ട് നമ്മൾ ഫിനാൻസ് നമ്മൾ തയ്യാറാക്കേണ്ടതുണ്ട്, ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യണം. ഈ ലാസ്റ്റ് എന്താണ്? 9 സ്റ്റെപ്പാണ് കേട്ടോ ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ 10 സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ 9 പർച്ചേസ് ആൻഡ് ഇൻസ്റ്റലേഷൻ എന്നാക്കണം കേട്ടോ. പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. പർച്ചേസ് ആൻഡ് ഇൻസ്റ്റാളേഷൻ ആക്കണേ. ഓക്കെ, പർച്ചേസ് ചെയ്തു. അപ്പോ ചില എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ ചില മെഷീൻസ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട് അല്ലെ. പർച്ചേസ് ചെയ്തതിനു ശേഷം ഇൻസ്റ്റാൾ ചെയ്യുന്നു. AC ഫോർ സം എക്യുപ്മെന്റ് എന്നാക്കണം കേട്ടോ അവിടെ. AC ഫോർ സം എക്യുപ്മെന്റ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. ചില മെഷീൻസിന് എന്ത് വേണം? AC വേണം അല്ലെ, വർക്ക് ചെയ്യാനായിട്ട്. എയർ കണ്ടീഷൻ വേണം. അതുപോലെ സ്പേസ് ഓഫ് റൂമിന്റെ സ്പേസ് നല്ല രീതിയിൽ വേണ്ടതുണ്ട്. പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് ലൈക്ക് റഫ് വാൾസ് ഫോർ ദ എക്സ്റേ റൂംസ്. അപ്പൊ എന്താണ്? പ്രൊട്ടക്റ്റീവുമായിട്ട് അല്ലെങ്കിൽ പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രതലങ്ങള് ആവശ്യമായിട്ട് വരുന്ന മെഷീൻസ് ഉണ്ടാവാം. അങ്ങനെയുള്ള കാര്യങ്ങൾ
AC, അതുപോലെ സ്പേസ്, പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് ലൈക്ക് റഫ് വാൾസ്. ഈ 3 കാര്യങ്ങളും നോക്കിയിട്ട് വേണം മെഷീൻസുകൾ എന്താക്കാനായിട്ട്, സ്ഥാപിക്കാനായിട്ട്, ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്. ക്ലിയർ ആയോ? അപ്പൊ ഇത്രയുമാണ് 9 സ്റ്റെപ്പായിട്ട് പറയുന്നത്. നമ്മള് ഒരു മെഷീൻ പർച്ചേസ് ചെയ്യുമ്പോൾ 9 സ്റ്റെപ്പിലൂടെയാണ് പോകുന്നത്. ഏതൊക്കെയാണ്? ആദ്യം ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യണം, ഏതൊക്കെ സോഴ്സിലൂടെയാണ് നമുക്ക് പണം കിട്ടുന്നത് എന്നുള്ളത് നോക്കി ഡിസിഷൻ മേക്കറിന്റെ അനുവാദത്തോടു കൂടി വേണം നമുക്ക് ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ് പർച്ചേസ് ചെയ്യാനായിട്ട്. അതുപോലെ സപ്ലയറിനെ ഐഡന്റിഫൈ ചെയ്തു. ഇനി ഇൻഫർമേഷൻസ് അല്ലെ, പല എക്സ്പേർട്ട് പേഴ്സണിന്റെ കയ്യിൽ നിന്നും അവരുപയോഗിക്കുന്ന ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ് എങ്ങനെയാണ് എന്നുള്ളത്, ഇവരുടെ എക്സ്പീരിയൻസ് നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. അതുപോലെ എന്താണ്, ഒന്നും കൂടി നമ്മൾ എന്ത് ചെയ്യണം, ഇൻസ്ട്രുമെന്റ്സ് ഹെൽപ്ഫുൾ ടു അവർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ ഒന്നും കൂടിയും പരിശോധിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചു. പല കൊട്ടേഷൻസുകൾ നമ്മൾ നോക്കി, അതിൽ നിന്നും നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള കൊട്ടേഷൻസ് സെലക്ട് ചെയ്തു. ഇനി ബഡ്ജറ്റിംഗ് ആൻഡ് കോസ്റ്റിംഗ് തയ്യാറാക്കി, പർച്ചേസിംഗ് നടത്തി, ഇൻസ്റ്റാളേഷൻ നടത്തി. ക്ലിയർ ആയോ? വായിച്ചു നോക്കിയത് വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. ഒന്ന് ക്ലിയർ ആണോ? മനസ്സിലായോ? ഇത് 9 സ്റ്റെപ്പും മനസ്സിലായി. ഇനി നോക്കിയേ, അപ്പോ നമ്മള് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്, ഹോസ്പിറ്റൽ എക്യുപ്മെന്റ്സ് മാനേജ്മെന്റിന്റെ 5 പോയിന്റ്സ് ആണ് കേട്ടോ. അതൊന്ന് വിപുലീകരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോ പ്ലാനിങ് ഫോർ ദ എക്യുപ്മെന്റ്സ് കഴിഞ്ഞു, പർച്ചേസിംഗ് ഓഫ് എക്യുപ്മെന്റ്സ് കഴിഞ്ഞു. ഇനി തേർഡ് വരുന്നത് എന്താണ്, മെയിന്റനൻസ് ഓഫ് എക്യുപ്മെന്റ്സ്. തേർഡ് സ്റ്റെപ്പ് ആണ്, തേർഡ് പോയിന്റ് ആണ് എന്ത്, മെയിന്റനൻസ് ഓഫ് എക്യുപ്മെന്റ്സ്. എന്താണ് മെയിന്റനൻസ്? അറ്റകുറ്റപ്പണി അല്ലെ, അല്ലെങ്കിൽ റിപ്പയറുകള് അല്ലെ, എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അറ്റകുറ്റപ്പണി എന്നൊക്കെ പറയാം കേട്ടോ മെയിന്റനൻസ്. സയന്റിഫിക് അപ്രോച്ച് to restrain the breakdown of an equipment is called maintenance. അടിയിലൊന്ന് വരച്ചു വെക്കണം കേട്ടോ. എന്താണ് മെയിന്റനൻസ് എന്ന് ചോദിക്കാം. എന്താണ്? സയന്റിഫിക് അപ്രോച്ച് ടു restrain the breakdown of an equipment. എന്താ പറയുന്നത്? ഒരു ഉപകരണത്തിന്റെ തകർച്ച തടയുന്നതിനുള്ള ഒരു സയന്റിഫിക് അപ്രോച്ച് ആണ് എന്ത്, മെയിന്റനൻസ് അല്ലെ. ഒരു ഉപകരണത്തിന്റെ തകർച്ച, ബ്രേക്ക് ഡൗൺ ആകുന്നത് തടയുന്നതിനുള്ള സയന്റിഫിക് അപ്രോച്ച്. ഒരു ഉപകരണം നമ്മളിങ്ങനെ മെയിന്റനൻസ് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അത് പ്രോപ്പർ ആയിട്ട് അതിന്റെ എല്ലാ കാര്യങ്ങളും നടക്കും അല്ലെ. അതുകൊണ്ട് തന്നെ അതിന് ബ്രേക്ക് ഡൗൺ ആകുന്നത് തടയാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താ പറയുന്നത്, ഒരു ഉപകരണത്തിന്റെ തകർച്ച
തടയുന്നതിന് വേണ്ടിയിട്ടുള്ള സയന്റിഫിക് അപ്രോച്ച് ആണ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. എന്താണ് 3 കാര്യങ്ങളാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. ഡിവൈഡഡ് ഇൻടു 3. ഫസ്റ്റ് വൺ എന്താണ്? പ്രിവെന്റീവ് അല്ലെ, ഡൺ എന്നാക്കണം കേട്ടോ. ഡൺ DON എന്ന് മാത്രം കൊടുത്തിട്ടുള്ളൂ. ഡൺ പീരിയോഡിക്കലി, ദാറ്റ് ഈസ് വൺസ് ഇൻ എ ഇയർ ഓർ 2. മനസ്സിലായോ? സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മനസ്സിലായോ? ഡൺ പീരിയോഡിക്കലി, ദാറ്റ് ഈസ് വൺസ് ഇൻ എ ഇയർ. അത് കഴിഞ്ഞിട്ട് ഓർ എന്ന് ഇടണം കേട്ടോ. OR 2. ഓക്കെ, ക്ലിയർ ആയില്ലേ? കിട്ടിയോ എല്ലാവർക്കും? സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്തോ? പ്രിവെന്റീവ് എന്നുള്ളത് എന്താണ്? ഡൺ പീരിയോഡിക്കലി. നമ്മൾ എന്താണ് പീരിയോഡിക്കലി എന്ത് ചെയ്യണം? നമ്മള് വർഷത്തില് അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ 2 വർഷത്തിനുള്ളിലോ എന്ത് ചെയ്യണം? ആ എക്യുപ്മെന്റ്സ് അല്ലെ, ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ് വർക്ക് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ എന്താണ് അത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. അപ്പോ അങ്ങനെയുള്ള മെയിൻ്റെനൻസ് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും മെയിൻ്റെനൻസ് വർക്ക് ഉണ്ടെങ്കിൽ അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അതിന്റെ ആ മിഷൻ ബ്രേക്ക് ഡൗൺ ആകുന്നത് തടയാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഡൺ പീരിയോഡിക്കലി, ദാറ്റ് ഈസ് വൺസ് ഇൻ എ ഇയർ ഓർ 2. അപ്പോ 1 വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ 2 വർഷത്തിനുള്ളിൽ ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. എന്തെങ്കിലും മെയിൻ്റെനൻസ് വർക്ക് ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം? ചെയ്ത് തീർക്കണം. ഇനി എന്താണ് ഡിറ്റക്റ്റീവ്? ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടെത്തുക അല്ലെ. ഡിറ്റക്റ്റീവ് കണ്ടുപിടുത്തം, കണ്ടെത്തുക. ഡൺ ഫോർ ഫൈൻഡിങ് എ പർട്ടിക്കുലർ പ്രോബ്ലം. അല്ലെങ്കിൽ ഇപ്പോ കുറച്ച് നാള് ഇത് മിഷൻ ഇങ്ങനെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ എന്താണ്, ചിലപ്പോ വല്ല പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാം അല്ലെ. അത് നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ കറക്റ്റ് ഫൈൻഡ് ഔട്ട് അല്ലെ, നല്ല രീതിയിൽ എന്താണ് പ്രോബ്ലം എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം, കണ്ടെത്തണം. മിഷൻ എന്താണ് പ്രോബ്ലം എന്നുള്ളത് കണ്ടെത്തി അത് നല്ല രീതിയിൽ മെയിൻ്റെനൻസ് വർക്ക് ചെയ്ത് പ്രോപ്പർ ആയിട്ടാണ് അത് വർക്ക് നടത്തും അല്ലെ. മെയിൻ്റെനൻസ് വർക്ക് നല്ല രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ആദ്യം എന്താണ് പ്രോബ്ലം എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യുക. അതിനുശേഷം അതിന്റെ മെയിൻ്റെനൻസ് വർക്ക് എന്താണെന്നുള്ളത് കണ്ടെത്തി മെയിൻ്റെനൻസ് വർക്ക് ചെയ്ത് അത് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് പറയുന്നത് ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കണ്ടെത്തുക. എന്താണ് പ്രോബ്ലംസ്, എന്താണ് അത് ശരിയായിട്ടുള്ള പ്രോബ്ലം എന്നുള്ളത് കണ്ടെത്തി. ഓക്കെ, തേർഡ് വൺ എന്താണ്? ബ്രേക്ക് ഡൗൺ. The mission will be break down and will not work. Activity not completed here, ideal time or cost high. എന്താ പറയുന്നത്? ഇപ്പൊ മിഷൻ ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ എന്താണ്, അത് പ്രവർത്തിക്കില്ല അല്ലെ. അപ്പൊ അത് നല്ല രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് അതിന്റെ വർക്ക് മെയിൻ്റെനൻസ് വർക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് എന്താണ്, കൂടുതൽ ടൈമും കോസ്റ്റും കൂടുതലാകും റിപ്പയർസ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അതുകൊണ്ട് തന്നെ എന്താണ്, നല്ല രീതിയിൽ അത് അതിന്റെ മെയിൻ്റെനൻസ് വർക്ക് ചെയ്യാം. മെയിൻ്റെനൻസ് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, കോസ്റ്റും ടൈമും ഒക്കെ കൂടുതൽ എടുക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. ഒരു ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ് നിന്ന് പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ശരിയാക്കാൻ പറ്റില്ല നമുക്ക് അല്ലെ. പെട്ടെന്ന് തന്നെ ശരിയാക്കാൻ പറ്റില്ല. അതിനെന്താണ്, കൂടുതൽ ടൈമും കോസ്റ്റും വേണ്ടി വരും. അതാണ് ബ്രേക്ക് ഡൗണിൽ പറയുന്നത്. അപ്പൊ 3 കാര്യങ്ങളാണ് മെയിൻ്റെനൻസ് ഓഫ് ദി എക്യുപ്മെന്റ്സിൽ കൊടുത്തിരിക്കുന്നത്. മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ഉപകരണത്തിന്റെ തകർച്ച തടയുന്നതിന് വേണ്ടിയിട്ടുള്ള സയന്റിഫിക് അപ്രോച്ച് ആണ് മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അതുപോലെ അത് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 3 കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. പ്രിവെന്റീവ്, ഡിറ്റക്റ്റീവ് ആൻഡ് ബ്രേക്ക് ഡൗൺ. പ്രിവെന്റീവിൽ പറയുന്നത് എന്താണ്, പീരിയോഡിക്കലി അല്ലെങ്കിൽ എന്താണ് 1 വർഷത്തിനുള്ളിലോ അല്ലെങ്കിൽ 2 വർഷത്തിനുള്ളിലോ അതിന്റെ മെയിൻ്റെനൻസ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കണം. ഇനി ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞാല് എന്താണ് ശരിക്കും അതിനുള്ള പ്രോബ്ലം എന്നുള്ളത് കണ്ടെത്തണം. ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ വർക്ക് അത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നില്ല അല്ലെ, ഉപയോഗശൂന്യമായി എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ അത് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ എന്താണ്, നല്ല രീതിയിലുള്ള കോസ്റ്റും അത് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മെയിൻ്റെനൻസ് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ കോസ്റ്റ് ആവുകയും നല്ല രീതിയിൽ ടൈം എടുക്കുകയും ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? ഇനി നെക്സ്റ്റ് നോക്കിയേ,
shortage of proper and scientific maintenance in a hospital will finally lead to എന്താ പറയുന്നത് പ്രോപ്പർ ആയിട്ട് മെയിൻ്റെനൻസ് വർക്ക് ചെയ്തില്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാകുന്നത് നല്ല രീതിയിൽ മെയിൻ്റെനൻസ് നടന്നില്ലെങ്കിൽ എന്തെല്ലാം വിപത്തുകളാണ് അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഉണ്ടാകുന്നത് നോക്കാം ഫസ്റ്റ് എന്താണ് റിസ്ക് ടു സേഫ്റ്റി സെക്യൂരിറ്റി ഓഫ് പേഷ്യന്റ് ആൻഡ് ഹൈജീൻ അല്ലെ ഇപ്പൊ എന്താണ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ സ്കാനേഴ്സിനൊക്കെ നല്ല രീതിയിൽ മെയിൻ്റെനൻസ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തില്ലെങ്കിൽ എന്താണ് സേഫ്റ്റി ഉണ്ടാവോ പേഷ്യൻസിന് അതുപോലെ സെക്യൂരിറ്റി ഉണ്ടാവോ ഇല്ല അതാണ് പറയുന്നത് റിസ്ക് പലതരത്തിലുള്ള റിസ്കുകള് നമ്മള് ഏൽക്കേണ്ടി വരും അല്ലെ അത് റിസ്കുകൾ നമ്മൾ ചിലപ്പോൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വരും അതാണ് റിസ്ക് ടു സേഫ്റ്റി സെക്യൂരിറ്റി ഓഫ് പേഷ്യന്റ് ഹൈജീൻ എന്ന് പറയുന്നത് ക്ലിയർ ആയോ ഇനി സെക്കൻഡ് എന്താണ് ലോസ് ഓഫ് യൂട്ടിലൈസേഷൻ ആൻഡ് റവന്യൂ ഓൺ ദ ഫെയിലിയർ ബ്രേക്ക് ഡൗൺ ആൻഡ് ക്ലോഷർ ഓഫ് ഏരിയ ഓഫ് എക്യുപ്മെന്റ്സ് ഫോർ റിപ്പയർസ് നല്ല രീതിയിൽ അതിന്റെ മെയിൻ്റെനൻസ് വർക്ക് ചെയ്തില്ലെങ്കിൽ എന്താണ് അത് യൂസ് ചെയ്യാൻ പറ്റില്ല നമുക്ക് ലോസ് ഓഫ് യൂട്ടിലൈസേഷൻ അത് യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പൊ എന്താണ് ആളുകളിൽ നിന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റില് എക്സ്റേസ് ഒക്കെ നല്ല രീതിയിൽ ഉപയോഗശൂന്യമാണെങ്കിൽ എന്താണ് എപ്പോഴും ചിലപ്പോ എക്സ്റേ എടുക്കാനൊക്കെ ആൾക്കാരുണ്ടാകും അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന റവന്യൂ നമുക്ക് കിട്ടുമോ ഹോസ്പിറ്റലിന് കിട്ടോ ഇങ്ങനെ ഉപയോഗശൂന്യമായിട്ട് കിടന്നിട്ടുണ്ടെങ്കിൽ കിട്ടോ നമുക്ക് ഇല്ല അതാണ് സെക്കൻഡ് പോയിന്റിൽ പറയുന്നത് ഇനി എന്താണ് ലോസസ് ഓഫ് ഗുഡ് വിൽ ഓണിങ് ദ ഇൻഎഫിഷ്യൻസി ആൻഡ് ഡിക്ലൈനിങ് സ്റ്റാൻഡേർഡ്സ് അല്ലെ എന്താണ് ഇങ്ങനെ പല മെറ്റീരിയൽസും അല്ലെങ്കിൽ പല എക്യുപ്മെന്റ്സും ഉപയോഗശൂന്യമായിട്ട് മെയിൻ്റെനൻസ് വർക്ക് ചെയ്യാതെ കിടന്നിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിന്റെ സൽപ്പേര് അല്ലെ എന്ത് ചെയ്യും ലോ ആവും അല്ലെ അവിടെ പോയിട്ട് ഒരു കാര്യമില്ല അവിടെ എന്താണ് ഒരു മര്യാദക്കുള്ള ഒരു എക്യുപ്മെന്റ്സ് പോലും ഇല്ല എന്ന് ആൾക്കാർ പറയും അതുകൊണ്ടാണ് പറയുന്നത് നല്ല രീതിയിൽ മെയിൻ്റെനൻസ് വർക്ക് ചെയ്ത് എല്ലാ ക്യാപിറ്റൽ എക്യുപ്മെന്റ്സും പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യിപ്പിച്ചോളണം ഓക്കെ ഇനി എന്താണ് ലാസ്റ്റ് പോയിന്റ് ആണ് നെറ്റ് റിഡക്ഷൻ ഇൻ എഫക്റ്റീവ് ലൈഫ് ഓഫ് പ്രോപ്പർട്ടി ആൻഡ് എക്യുപ്മെന്റ്സ് അല്ലെ എന്താ പറയുന്നത് എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ ആ ഉപകരണത്തിന്റെ ഫലപ്രദമായിട്ടുള്ള ആയുസ് എന്ത് ചെയ്യുന്നത് ലോ ആയി പോകുകയാണ് അല്ലെ ആയുസ് കുറയുകയാണ് ചെയ്യുന്നത് അത് നല്ല രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ ആ ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിന്റെ ആയുസ് എന്ന് പറയുന്നത് എന്താണ് ഡൗൺ ആയി പോകും ഉപയോഗശൂന്യമായി കിടന്ന് അതിന് നശിച്ചു പോകും ഫുള്ളി അല്ലെ അപ്പൊ അതുകൊണ്ടാണ് നല്ല രീതിയിൽ മെയിൻ്റെനൻസ് വർക്ക് ചെയ്ത് നല്ല രീതിയിൽ പ്രോപ്പർ ആയിട്ട് പ്രവർത്തനം നടത്തണം എന്ന് പറയുന്നത് നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ് ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ് നല്ല രീതിയിൽ പ്രോപ്പർ ആയിട്ട് മെയിൻ്റെനൻസ് ചെയ്തില്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാകുന്നത് ഫസ്റ്റ് എന്താണ് റിസ്ക് ഉണ്ടാവും അല്ലെ അതുപോലെ തന്നെ സെക്യൂരിറ്റി ഒന്നും പേഷ്യൻസിന് ഉണ്ടാവില്ല അതുപോലെ എന്താണ് അതിന്റെ ഉപയോഗം ശൂന്യമായി പോകുന്നത് ഇപ്പോ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലൊക്കെ ആണെങ്കിൽ സ്കാനേഴ്സ് അല്ലെങ്കിൽ അതാണ് എക്സ്റേ മെഷീൻസ് ഒക്കെ ഉപയോഗശൂന്യമായിട്ട് കിടന്നാല് അതിൽ നിന്ന് നമുക്ക് എന്താണ് കൂടുതൽ വരുമാനം ഹോസ്പിറ്റലിൽ ഉണ്ടാക്കാൻ പറ്റും ഉപയോഗശൂന്യമായിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് കിട്ടില്ല അതിൽ നിന്ന് വരുമാനം കിട്ടില്ല എന്നാണ് പറയുന്നത് ഇനി എന്താണ് ഹോസ്പിറ്റലിന്റെ സൽപ്പേര് ലോ ആയി പോകാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ എന്താണ് ഓരോ എക്യുപ്മെന്റ്സും ഉപയോഗിക്കാതെ അല്ലെങ്കിൽ മെയിൻ്റെനൻസ് വർക്ക് ചെയ്യാതെ കിടക്കുകയാണെങ്കിൽ അതിന്റെ ആയുസ് അല്ലെ എന്താണ് അതിന്റെ ആയുസ് എന്ന് പറയുന്നത് എന്താണ് ലോ നെറ്റ് റിഡക്ഷൻ എന്ന് പറയുന്നത് ലോ ആയി പോകാനായിട്ട് സാധ്യതയുണ്ട് ക്ലിയർ ആയോ ഇത്രയും കാര്യങ്ങള് ഇത്രയും വരെ മിസ് എടുക്കുന്നുള്ളൂ നാളെ വരുമ്പോ ഇതൊക്കെ വായിച്ചിട്ട് വരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ഭാഗങ്ങൾ എടുക്കുന്നത് ക്ലിയർ ആവില്ല ഓക്കെ ഓക്കെ താങ്ക് യു